അപ്പം ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ൻ്റെ ഇന്നത്തെ മാർക്കറ്റിനെയാണ് നമ്മൾ നോക്കുന്നത്. നോർമലി ഞാനിങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് ഞാൻ വീഡിയോ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഇന്നൊരു രസകരമായ ഒരു കാര്യം കണ്ടു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള സൈറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ചേഞ്ചിൻ ഓയി ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടു. അതായത് കോൾ റൈറ്റേഴ്സ് വളരെ കൂടുതലാണ്. അതായത് ഇന്നത്തെ ചേഞ്ചിൻ അവർ മാർക്കറ്റ് മുകളിലേക്ക് കയറ്റി വിടില്ല എന്ന് തന്നെയാണ് അവരുടെ ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ ടോട്ടൽ, അതായത് നാളെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ ടോട്ടലിലും അവർ തന്നെയാണ് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു രസകരമായ കാര്യം കണ്ടു. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വെച്ചത്. ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഇത് ഇൻസ്റ്റ ഓപ്ഷൻ എന്നുള്ള ഫയേഴ്സിൻ്റെ ഇതിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വളരെ ഇതായിട്ട് ഒന്നും നമുക്ക് തോന്നിയില്ല. കണ്ടോ, 48,000 അവർ പൊസിഷൻ ചെയ്തേക്കുന്നു. അതിന് മേലിലേക്ക് കയറ്റി വിടില്ല നിർത്തുന്നുണ്ട്. ഇവിടെ ഒത്തിരി ഇവിടെ പൊസിഷൻസ് ആഡായിരിക്കുന്നു. ഇവിടുന്ന് കുറച്ച് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് മേളിലേക്ക് പോകില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇന്നലെ ശരിക്കും ഒരു ബ്രേക്ക് ഔട്ടാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് 200 പോയിൻ്റ് താഴെയാണ് ഓപ്പൺ ആയത്. അപ്പം അവിടെയാണ് ഗെയിം ചേഞ്ചിങ് വന്നത് ശരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ റിസൾട്ട് കഴിയുന്നത് വരെ ഈ മാർക്കറ്റ് നമ്മൾ കയറ്റി വിടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിന് ബയേഴ്സിന് താല്പര്യമില്ല, ആ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നതുകൊണ്ടാണ് മിക്കവാറും മാർക്കറ്റ് ഇങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻ അതിൻ്റെ കമ്പാരിസൺ എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, നമ്മൾ ചേഞ്ചിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ രസകരമായിട്ട് ആ പൊസിഷൻസ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടോ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം അപ്പോൾ ഇത് കണ്ടോ, അതായത് ഇവിടെ വളരെ ശക്തമായിട്ട് ഇവർ ഇങ്ങോട്ടേക്ക് മാർക്കറ്റും മേലിലേക്ക് ഇങ്ങോട്ടേക്ക് പോകില്ല എന്നുള്ള രീതി വളരെ ശക്തമായിട്ട് തള്ളിപ്പിടിച്ചേക്കണം. അത് അത്രയും ശക്തി ഇവർക്കില്ല. പക്ഷേ ഇതിനകത്ത് നമുക്കിനി എങ്ങനെയാണ് ഇതിൻ്റെ അകത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായിട്ട് അങ്ങ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നവർ മൊത്തം, ഈ ഭാഗത്തുള്ളവർ മൊത്തം ട്രാപ്പിലാവും. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാണ്ടായി പോകും. ആദ്യത്തെ ഒരു 15 ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാണ്ടായി പോകും. അവിടെ നമ്മൾ സ്കാൽപ്പ് ചെയ്ത് ഒഴിവാകുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഇത്. നമ്മുടെ ഓപ്ഷൻ ബൈ എന്നുള്ള രീതിയിൽ അവിടെ വെച്ച് നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മൾ താഴത്തേക്ക് പിടിക്കുകയോ മേളിലേക്ക് ചെയ്യുകയോ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്ത് നമ്മൾ സ്കാൽപ്പ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് അജണ്ട. സെക്കൻഡ് ഇത് ഞാൻ പറയാം എങ്ങനെയാണ്. ഒരു ഓപ്ഷൻ സെല്ലർ എന്നുള്ള രീതിയിൽ ഇന്ന് അവർ നല്ല രീതിയിൽ പൊസിഷൻസ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. കാരണം അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മാർക്കറ്റ് ഇവിടെ തന്നെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 12 മണി വരെയൊക്കെ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ തീറ്റ ഡി കെയുടെ ബെനിഫിറ്റ്സിൽ ഇവിടെയുള്ളവർക്ക് നല്ല ഇവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത്രയും പൊസിഷൻസ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഇവിടുന്നും ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ നടുക്ക് മാത്രമാണ്, അതായത് ആ മാക്സ് പെയിൻ എന്ന് പറയുന്ന സംഭവം ഇവിടെ നടുക്കായിട്ട് വരത്തുള്ളൂ. അപ്പം ഇവർക്ക് നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഒരു 2 മണി ഒക്കെ ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് പ്രതീക്ഷിക്കാം, ആ ഒരു സമയത്ത് എത്തിക്കഴിയുമ്പോഴത്തേനും ഇവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. അതായത് ഈ ഇവിടുത്തെ കോൾ സെല്ല് ചെയ്തവർക്കെല്ലാവർക്കും ഇവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു. കുറച്ച് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കാൽപ്പ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. അത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണായി ഇവിടെ ട്രാപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെല്ല് ചെയ്തവർക്ക് ഇത് ബൈ ചെയ്താണ്ടുള്ള നിവർത്തിയില്ല. പക്ഷേ അങ്ങനെ വരാനായിട്ട് സാധ്യത കുറവാണ്. കാരണം ഈ മാർക്കറ്റ് മുകളിലേക്ക് കയറ്റി വിടാൻ ആണെന്നുണ്ടെങ്കിൽ
മാർക്കറ്റിൽ നിന്ന് മേലിലേക്ക് അത് മൂവ് കാണിക്കേണ്ടായിരുന്നു, പക്ഷേ അത് കാണിച്ചില്ല. കാരണം 8200 48,200 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് എങ്ങനെ വന്നാലും ഒരു 300 പോയിൻ്റ് ഒന്ന് പറഞ്ഞ് മാർക്കറ്റ് കയറും. അതാണ് അവിടുത്തെ ആ ഭാഗത്തുള്ള ഒരു പ്രത്യേകത. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷനാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇവർ ട്രാപ്പായാലും അത്രയും വലിയ ഫാള് വരാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഭാഗത്ത് ഇവർ ട്രാപ്പിലായാൽ ആണ് എന്നാലാണ് മാർക്കറ്റിൻ്റെ യഥാർത്ഥ ഗെയിം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറൊന്നുമല്ല, ചുമ്മാ മാർക്കറ്റിൽ കാണുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഒരു സാധാരണക്കാരൻ.